ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. എറണാകുളം തിരുവാങ്കുളത്ത് നടന്ന സംഭവം രണ്ട് കുറ്റങ്ങളെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന്, അമ്മ ചെയ്ത ക്രൂരകൃത്യം. രണ്ടാമത്, ശരിക്കും കുട്ടിയുടെ ചെറിയച്ഛൻ ചെയ്ത ക്രൂരകൃത്യം. ഈ രണ്ട് കൃത്യങ്ങളും രണ്ട് തരം കേസുകളിലേക്കാണ് നയിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, അമ്മ ചെയ്ത കുറ്റം തന്നെയാണ്. അമ്മ ചെയ്തത് കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് എന്തുകൊണ്ട് ചെയ്തു, അതിൻ്റെ മോട്ടീവ് എന്താണെന്ന് ഇതുവരെ അമ്മ വെളിപ്പെടുത്തിയിട്ടില്ല. മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ട് പോലും യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് തൻ്റെ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തു എന്നുള്ളതിന് വ്യക്തതയില്ല. മുമ്പും ഈ കുട്ടിയെ പലതരത്തിൽ ടോർച്ച് കൊണ്ടടിച്ചും കല്ലുകൊണ്ടിടിച്ചുമൊക്കെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ള വാർത്തകൾ ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട്. കുട്ടി അമ്മയോടൊപ്പം പോകാൻ മടി കാട്ടുകയും ചെയ്തിരുന്നു. കൂടുതൽ സമയം അച്ഛനോടും അച്ഛൻ്റെ ബന്ധുക്കളോടും, പ്രത്യേകിച്ച് അച്ഛൻ്റെ ഇളയ സഹോദരങ്ങളോടൊപ്പം കുട്ടി കൂടുതൽ ഇടപഴകിയിരുന്നു എന്നുള്ള വാർത്തകളായിരുന്നു വന്നിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഈ സന്ധ്യ ഇത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത് മാനസിക അസ്വാസ്ഥ്യം ഈ സ്ത്രീക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. സന്ധ്യയുടെ ബന്ധുക്കൾ, അമ്മ ഉൾപ്പെടെ പറയുന്നത് സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്കമാലിയിൽ നിന്നും കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള ചില ചികിത്സകൾ സന്ധ്യയ്ക്ക് ചെയ്തിരുന്നു എന്നുമാണ്. പിന്നീടാണ് ഇതെല്ലാം മാറി എന്നുള്ള തരത്തിൽ സന്ധ്യ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയത് എന്നാണ് സന്ധ്യയുടെ വീട്ടുകാർ പറഞ്ഞു വെക്കുന്നത്. മകൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് അവർ പറയുമ്പോൾ ഭർത്താവായ പ്രശാന്ത് അത് ഒരിക്കലും സുഭാഷ് ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. സുഭാഷ് പറയുന്നത് മാനസിക പ്രശ്നങ്ങൾ ചെറിയ തോതിൽ നേരത്തേക്ക് ചിലപ്പോൾ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതല്ലാതെ കുഞ്ഞിനെ കൊല്ലാൻ തക്ക രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളൊന്നും തൻ്റെ ഭാര്യയ്ക്ക് ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് സുഭാഷ് പറയുന്നത്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മ ഈ കുട്ടിയോട് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് ഏറ്റവും ഒടുവിൽ കേൾക്കേണ്ടി വന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലഭിച്ച റിപ്പോർട്ടിൽ നിന്നാണ് ഈ കുട്ടിക്ക് ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത്. തുടർന്ന് പോലീസ് വളരെ തന്ത്രപരമായ നീക്കത്തിലൂടെ അതിൻ്റെ പ്രതിയെ കണ്ടെത്തുക തന്നെ ചെയ്തു. 3 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഈ സുഭാഷ് എന്ന് പറയുന്ന അച്ഛൻ്റെ ഏറ്റവും അടുത്ത സഹോദരങ്ങളായ 2 പേരെയും മറ്റൊരാളെയും പോലീസ് സംശയിക്കുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഒരാളിലേക്ക് ഈ കുറ്റകൃത്യം നടത്തി എന്ന് പറയുന്നത്, അതായത് കുട്ടിയുടെ ശരീരത്തിൽ പീഡനം നടത്തിയ വ്യക്തി ആരാണെന്ന് പോലീസിന് വ്യക്തത വന്നത്. അദ്ദേഹം ചോദ്യം ചെയ്യലിനൊടുവിൽ തെളിവുകളെല്ലാം പോലീസിന് കിട്ടി എന്ന് ഉറപ്പായതോടുകൂടി അയാൾ കരയാൻ തുടങ്ങി എന്നാണ് പോലീസ് പറയുന്നത്. ഒരബദ്ധം പറ്റിപ്പോയി എന്നാണ് അയാൾ പലവട്ടം പോലീസിനോട് പറഞ്ഞത്. ഒരു 4 വയസ്സുകാരി കുട്ടിയോട് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ട മനുഷ്യൻ യഥാർത്ഥത്തിൽ ആ കുട്ടി മരിച്ച സമയങ്ങളിലൊക്കെ ഈ സങ്കടം അഭിനയിക്കുകയായിരുന്നു. അച്ഛനേക്കാളും കൂടുതൽ സങ്കടം ഇയാൾക്കായിരുന്നു എന്ന് അയാൾ അഭിനയിച്ച് തന്നെ കാണിച്ചു. പലരും കുട്ടിയോടുള്ള വാത്സല്യം കൊണ്ട് വന്ന ഒരു സങ്കടമായിരിക്കും എന്നാണ് കരുതിയതെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിൻ്റെ വ്യക്തത വന്നിരിക്കുകയാണ് ഇതെല്ലാം നാടകമായിരുന്നു എന്നുള്ളത്. കുട്ടി കൊല്ലപ്പെടുന്നതിന് തലേ ദിവസം തന്നെ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അതുമാത്രമല്ല, 1 വർഷത്തോളം ഈ ഉപദ്രവം കുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അമ്മ വീട്ടുകാരോടും അമ്മയോടും ഉള്ള സ്നേഹത്തെക്കാളും ഇരട്ടി സ്നേഹം അച്ഛനോടും അച്ഛൻ്റെ വീട്ടുകാരോടും അച്ഛൻ്റെ സഹോദരങ്ങളോടുമൊക്കെ ഈ കുട്ടി കാണിച്ചിരുന്നു. ഒരു പക്ഷേ ഇവർ ഈ ദുരുദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സഹോദരങ്ങൾ കൂടുതൽ
മുട്ടായിയോ ചോക്ലേറ്റോ മറ്റ് പലഹാരങ്ങളോ ഒക്കെ കൊടുത്ത് ഈ കുട്ടിയെ സന്തോഷിപ്പിച്ച് നിർത്തിക്കാണും എന്നുള്ളതാണ്. പ്രകൃതി വിരുദ്ധ പീഡനമാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ കാണുന്നതെന്നും മുറിവുകൾ ഉണ്ടെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. ഇത് രണ്ടും രണ്ട് കേസുകളായിട്ടാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുട്ടിയോട് അച്ഛൻ്റെ സഹോദരൻ കാണിച്ചതൊക്കെ പോക്സോ കേസിൻ്റെ പരിധിയിലും അമ്മ കൊലപ്പെടുത്തിയതൊക്കെ മർഡർ കേസ് എന്നുള്ള നിലയിലുമാണ് പോലീസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അമ്മയെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ കൂടി നടത്തി കഴിയുമ്പോൾ ഈ അമ്മയുടെ മോട്ടീവ് എന്തായിരുന്നു എന്ന് വ്യക്തമാകും. ഈ കുട്ടിയെ എന്തുകൊണ്ടാണ് അമ്മ ഉപദ്രവിച്ചത് എന്നുള്ളതിന് ചെറിയൊരു കൺക്ലൂഷൻ നമുക്ക് തോന്നുന്നത്, ഒരു പക്ഷേ ഈ അച്ഛനോടും അച്ഛൻ്റെ സഹോദരങ്ങളോടും തന്നെക്കാളും കൂടുതലായി കുട്ടി കാണിക്കുന്ന അടുപ്പത്തിൽ ഈ അമ്മ അസ്വസ്ഥത ആയിരുന്നു എന്നുള്ളതാണ്. തന്നെ വേണ്ട അച്ഛനും അച്ഛൻ്റെ സഹോദരങ്ങൾ കൊച്ചച്ഛന്മാരും മതി എന്ന് കുട്ടി പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനെ അവരോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് കൊണ്ട് ചെയ്ത ഒരു ക്രൂരകൃത്യമായിരിക്കാം. ഇനി ഈ സമയത്ത് ഈ വീട്ടിൽ ആരും, അതായത് പ്രത്യേകിച്ച് ഈ അച്ഛൻ സുഭാഷ് ആഴ്ചയിൽ 2 ദിവസമോ മാത്രമേ ഈ വീട്ടിലെത്തുകയുള്ളൂ. ബാക്കി സമയം ഇവർക്ക് വീട്ടിൽ കൂട്ടുകിടക്കുന്നതിന് വേണ്ടി ഈ സഹോദരന്മാരിൽ ആരെങ്കിലും വരും എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റ് തരത്തിലുള്ള എന്തെങ്കിലും വഴിവിട്ട ബന്ധങ്ങൾ ഈ സ്ത്രീകളിലും പുരുഷന്മാരും തമ്മിൽ ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. അതിൻ്റെയൊക്കെ ചില സൂചനകൾ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ ഒരു ചിത്രം വൈകാതെ തന്നെ പുറത്തു വരും. പോലീസ് അതിനുള്ള ശ്രമത്തിലുമാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ സാക്ഷര കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഓരോ ദിവസവും നമ്മളെ തേടി വരുന്ന വാർത്തകൾ വല്ലാതെ സങ്കടപ്പെടുത്തുകയും ഷോക്കുണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അമ്മമാരുടെ മനസ്സും ഇതുപോലെ ബന്ധുക്കളുടെ മനസ്സുമൊക്കെ വല്ലാതെ വികൃതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ തീർച്ചയായും പരിപൂർണമായി സുരക്ഷിതത്തോടുകൂടി സ്വന്തം വീട്ടിൽ തന്നെ സേഫാക്കി നിർത്തുക എന്നുള്ളതാണ് ഓരോ പേരൻസിൻ്റെയും ധാർമ്മിക ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഒഴിഞ്ഞു നിൽക്കുന്നവർക്കാണ് ഇതുപോലുള്ള ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ദുരൂഹത മറിഞ്ഞ് പോകാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. അമ്മ കുട്ടിയോട് ചെയ്തതിൻ്റെ മോട്ടീവ് എന്തായിരുന്നു, ഉദ്ദേശം എന്തായിരുന്നു, എന്ത് കാരണത്താൽ അവർ ഇത് ചെയ്തു, നേരത്തെ സൂചിപ്പിച്ച കാരണങ്ങൾ തന്നെയാണോ അല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടായിരുന്നോ? ഈ അച്ഛൻ്റെ അനുജന്മാർ കുട്ടിയെ പീഡിപ്പിച്ചത് തന്നെ അമ്മ അറിഞ്ഞിരുന്നോ? ഇതൊക്കെയാണ് ഇനി അറിയാനുള്ള വിവരങ്ങൾ. വൈകാതെ അതും പുറത്തു വരിക തന്നെ ചെയ്യും.